പ്രോട്ടീനുകൾ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് പല ദിവസവും പലവിധ പ്രശ്നങ്ങളുണ്ടാകുന്നു. കൃത്രിമ ഇഞ്ചക്ഷൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ അതിനെല്ലാം വ്യത്യാസം വരും. അതിനിടയിൽ യോഗ അങ്ങ് മൺമറങ്ങി പോവുകയല്ലേ? ഏറ്റവും പ്രധാനം വ്യായാമം ചെയ്തിരിക്കണമെന്നാണ്. ഒരു 18 വയസ്സ് വരെ ഇവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നമ്മൾ അവരവരുടെ ഇഷ്ടത്തിനങ്ങ് പോട്ടെ. ഒരു 10-18 വയസ്സാകുമ്പോൾ നമുക്ക് ഇവരെ അപ്പോഴും ബലം പിടിക്കാം. നേരെ തിരിച്ചല്ലേ വേണ്ടത്? ഒരിക്കലും നടക്കില്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ നല്ല ശീലങ്ങൾ അബ്സോർവ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും എൻ്റെ പുറകെ നടക്കണ്ട, കുട്ടി തനിയെ പഠിച്ചോളൂ. ഈ ഡ്രഗ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിൽക്കുന്നില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മൃഗം തന്നെയാണ്. അൺഫോൾഡിങ് കറക്റ്റായില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അടുത്ത തലമുറ നല്ല രീതിയിൽ വരികയില്ല. കേരളത്തിലെ യുവാക്കളും കുട്ടികളും വില്ലന്മാരാകുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച ശ്രീ MS വേണുഗോപാലിനൊപ്പം. സ്വാഗതം സർ. കുറച്ചുകൂടെ പക്ഷേ നമ്മൾ യുവജനത ഇപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു തോന്നുന്നു. അതായത് ഇപ്പോൾ ജിമ്മുകൾ കൂടുതൽ വന്നു തുടങ്ങി. മാത്രമല്ല അവരുടെ ഒരു പ്രാക്ടിക്കൽ എന്ന് പറയാൻ കാരണം കൃത്യമായ ഡയറ്റ് കൊടുക്കുന്നു, ഇന്ന ജോയിൻസിന് ഇത്ര വർക്കൗട്ട് മതി എന്നുള്ള രീതിയിൽ കൃത്യമായി കൊടുക്കുന്നു, പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നു, ശരീരം ഒരു കോൺഫിഡൻസ് നൽകുന്നു. അങ്ങനെ രീതിയിലാണ് ഇപ്പോഴത്തെ യുവജന തിരിയുന്നത്. മാത്രമല്ല ഷോർട്സുകളും റീലുകളും ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്തൊക്കെ കഴിക്കാം, ഇപ്പം ഭക്ഷണം വേണ്ട, പ്രോട്ടീൻ്റെ ഇത്രയും ശതമാനം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ആളുകൾ കുറച്ചുകൂടി ജിമ്മോ പോലുള്ള കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ ഇടയുണ്ട്. അതിനിടയിൽ യോഗ അങ്ങ് മൺമറങ്ങി പോവുകയല്ലേ? അല്ല, അത് ഇപ്പൊ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഈ പ്രോട്ടീനുകൾ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് പല ദിവസവും പലവിധ പ്രശ്നങ്ങളുണ്ടാകുന്നു. പിന്നെ ജിമ്മുകൾ മാത്രം ചെയ്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് പോലുള്ള പല പ്രശ്നങ്ങൾ വരുന്നതൊക്കെ പലരും ഇപ്പോൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രോട്ടീനുകൾ അങ്ങനെ കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും വരുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഒരു റീതിങ്കിങ് വന്നിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യാമോ എന്നുള്ളത്. ഇപ്പം നമ്മളെപ്പോഴും നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യാതെ, നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യാതെയും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇരുന്ന് നിന്ന് കിടന്ന് ഒക്കെ നമ്മൾ ഫിസിക്കൽ മൂവ്മെൻറ്റ് നടത്തുന്നത് ആണ് ഈ യോഗ എന്ന് പറയുന്നത്. ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട ചില മൂവ്മെൻറ്റ്സ്, നിന്നുകൊണ്ട് ചെയ്യേണ്ട ചില മൂവ്മെൻറ്റ്സ്, കിടന്നുകൊണ്ട് ചെയ്യേണ്ട ചില മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അങ്ങോട്ട് തിരിയുക ഇങ്ങോട്ട് തിരിയുക, ജോലി ചെയ്യാനൊക്കെ ഉള്ള എളുപ്പം, കിടന്നുകൊണ്ട് നമുക്ക് കാലും ഒക്കെ അനക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ദിവസവും അത്തരത്തിൽ ചെയ്യുന്നതാണ് യുക്തമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ ജിമ്മിനെ കുറിച്ച് കുറ്റം പറയുകയല്ല, അതും ജിമ്മുകൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് യോഗ. ഇപ്പൊ നമ്മൾ നോക്കിയറിയാം, വെസ്റ്റേൺ ഇതിൽ അവർ പല എക്സസൈസുകളും ഈ യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള എക്സസൈസുകളാണ്. നിങ്ങൾ യോഗ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും ഇത് യോഗയിൽ നിന്ന് കോപ്പി അടിച്ചതാണല്ലോ എന്ന്. പല ഫിസിക്കൽ എക്സസൈസുകളും അവർ ആ വിധത്തിലേക്ക് ഇതിൽ നിന്ന് അവർ വേറൊരു വിധത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട്, കാലനക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് യോഗയിൽ പറഞ്ഞിരിക്കുന്നത് അവർ വേറൊരു വിധത്തിൽ ആ കാലിൻ്റെ മൂവ്മെൻറ്റ് കൊടുക്കുന്നു. പവന മുക്താസൻ എന്ന് പറഞ്ഞ ഒരു സാധനം ചെയ്യുന്നതിന് കാൽ രണ്ടും നെഞ്ചിനോട് ചേർത്ത് തല നമ്മൾ മുട്ടിൽ മുട്ടിക്കുന്ന, അതാണ് പവന മുക്താസൻ. അതിന് പകരം ഏതാണ്ട് അതേ രീതിയിൽ വരുന്ന കാലുകളെ നെഞ്ചിനോട് ചേർക്കുകയും വിടുകയൊക്കെ ചെയ്യുന്ന എക്സസൈസുകൾ അവർ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തല പൊക്കുകയും താക്കുകയും ചെയ്യുന്ന എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം അതേ എഫക്റ്റാണ് കിട്ടുന്നത്. രണ്ടിൻ്റെയും രീതികൾ മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനം വ്യായാമം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി പറയുന്നത് കൃത്രിമ വ്യായാമത്തിനേക്കാൾ നല്ലത് വളരെ ലഘുവായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ അദ്ദേഹം അതിന് നടത്തമാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്വീകരിച്ചത്. നല്ല രീതിയിൽ നടക്കുക. ഒരു ദിവസം രാവിലെ എണീറ്റ് 10 കിലോമീറ്റർ നടക്കുന്നതിനേക്കാൾ ആവശ്യമുള്ളപ്പോൾ നടക്കുന്നതാണ്. മഹാത്മാഗാന്ധി അങ്ങനെയാണ് ചെയ്തിരുന്നത്. തനിക്ക് ആവശ്യമുള്ളപ്പോൾ നടക്കുക. വട്ടമേശ സമ്മേളനത്തിന് പോകുമ്പം അവിടെ നിന്ന് കാറ് വരും. ലണ്ടനിൽ നിന്ന് കാറിലാണ് അവർ സ്വീകരിക്കാൻ പറ്റുന്നെങ്കിൽ അദ്ദേഹം നടന്നങ്ങ് പോകും. എന്നുവെച്ചാൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ നടന്ന് അവിടെ ചെന്നിട്ട് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ബോഡി നല്ല ആക്ടിവേറ്റ് ആവും, ഒന്ന് ഉന്മേഷമാവും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഷാർപ്പാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, ഇപ്പോൾ കർഷകരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കർഷകരുടെയൊക്കെ ബ്രെയിൻ വളരെ ആക്റ്റീവാണ്. അവർ പച്ചയായിട്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ അറിയിക്കും, പക്ഷേ ഉള്ള കാര്യം അവർ പച്ചയായിട്ട് സ്ട്രെയിറ്റായിട്ട് പറയുന്നത് നമുക്ക് കാണാം. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് തന്നെ നമ്മൾ പറയും. ആ സ്പോർട്സ്മാൻമാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. യഥാർത്ഥത്തിൽ പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെ പ്രകടിപ്പിക്കാനും, അവർ ഉന്മേഷത്തോടു കൂടി ഇരിക്കാനും, ഉന്മേഷത്തോടു കൂടി മറ്റുള്ളവരെ സമീപിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് സ്പോർട്സ്മാനുണ്ട്. അതുമൊക്കെ ഇപ്പം യാന്ത്രികമായിക്കൊണ്ടിരിക്കുക. നമ്മൾ കൃത്രിമ പ്രോട്ടീനുകൾ കഴിക്കുക, കൃത്രിമ ഇഞ്ചക്ഷൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ അതിനെല്ലാം വ്യത്യാസം വരും. എങ്കിൽ പോലും സ്പോർട്സ്മാനും കർഷകനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. യോദ്ധാവിന്
സോൾജിയർക്ക് ഒക്കെ ഒരു ദിവസവും ഡ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഉന്മേഷവും ജീവിതത്തിനോടൊരു പോസിറ്റീവ് ഔട്ട്ലുക്കും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ അത് വളർത്തിയെടുക്കുക എനിക്ക് തോന്നുന്നു വലിയ പ്രയാസം തന്നെ ആയിരിക്കും തോന്നുന്നു. കാരണം ഇന്ന് സ്വാധീനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് സ്കൂൾ തലത്തിൽ നോക്കുക, അവിടെ തന്നെ ഡ്രഗ്സ് മാഫിയ തന്നെ ഉണ്ട്. കാരണം ഇവർക്ക് ഡീലർമാരുണ്ട്, വലിയ രീതിയിലുണ്ട്. സ്കൂളിലായാലും ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, പല യുവാക്കളും അല്ലെങ്കിൽ യുവതിയുവാക്കളും എന്ന് തന്നെ പറയാം, നേരെ ബോധത്തോടെ ആയിരിക്കില്ല പല സായാഹ്നങ്ങളും കടന്നു പോകണം അവരുടെ. കാരണം കൊച്ചിയിലെ യുവതി വന്ന് വെല്ലുവിളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പലർക്കും നേരെ ചൊവ്വെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവർ ഡ്രഗ്സ് ഉപയോഗിച്ച് അതിനകത്ത് അടിമപ്പെടുന്നത്. നമുക്ക് കൃത്യമായ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഇത് നൽകുന്നില്ല. അത് വലിയൊരു പരാജയമല്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം അധ്യാപകരിലൂടെ ഇത് അറിയിക്കുക, അല്ലെങ്കിൽ രക്ഷിതാക്കളെ ഇത് ബോധവാന്മാരാക്കി അവരെ കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുകയുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. കുട്ടിക്കാലത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികൾക്ക് ഒരു ടെൻഡൻസി വെച്ചാൽ മറ്റു കുട്ടികൾ ചെയ്യുന്നത് കണ്ട് അത് കോപ്പി ചെയ്യാനുള്ളൊരു സാധ്യത വരും. പക്ഷേ ഒരു പരിധി വരെ രക്ഷകർത്താക്കൾക്ക് അവയർനെസ് കൊടുത്തത് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ രക്ഷകർത്താക്കളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് കുട്ടിയെ ഒന്നും ഇപ്പോൾ പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളതാണ്. ചില രക്ഷകർത്താക്കൾ അങ്ങനെയുള്ള ശീലമുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വയം കണ്ടു പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. സ്വയം കണ്ടു പഠിക്കട്ടെ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, ഒരു 18 വയസ്സ് വരെ ഇവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നമ്മൾ അവരവരുടെ ഇഷ്ടത്തിനങ്ങ് പോട്ടെ. ഒരു 10-18 വയസ്സാകുമ്പോൾ നമുക്ക് ഇവരെ അപ്പോഴും ബലം പിടിക്കാം, അപ്പോൾ നമുക്ക് പഠിപ്പിക്കാവുന്നതാണ്. നേരെ തിരിച്ചല്ലേ വേണ്ടത്? ഒരിക്കലും നടക്കില്ല എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് 2 സ്റ്റേജുണ്ട്. ഒന്ന് അബ്സോർബിങ് മൈൻഡ് എന്ന് പറയും. അത് അബ്സോർബിങ് മൈൻഡ് എന്ന് പറയുന്ന കുട്ടിക്കാലത്തെ 18 വയസ്സുള്ളതിൽ ഒരു ആദ്യ ഭാഗം എന്ന് പറയുന്നത് അബ്സോർബിങ് മൈൻഡാണ്. പ്രത്യേകിച്ച് വളരെ കുട്ടികളായ ഒരു 6-7 വയസ്സ് വരെ എന്താണോ അച്ഛനും അമ്മയും ഒക്കെ കാണിക്കുന്നത് അത് അതുപോലെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളതാണ്. നമ്മൾ പ്രവർത്തിച്ചാൽ മതി. നല്ല കാര്യങ്ങൾ കുട്ടിയുടെ മുമ്പ് വെച്ച് പ്രവർത്തിച്ചാൽ, നല്ല ശീലങ്ങളാണ് അച്ഛനും അമ്മയും കാണിക്കുന്നതെങ്കിൽ മിക്കവാറും കുട്ടി അത് കാണിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ്. അതുപോലെ തന്നെ സ്കൂളുകളിൽ, ചൈനയിലും ജപ്പാനിലെയും കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, സ്കൂളുകളിൽ അവർ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പാലിക്കുന്നുണ്ട്. ഒരു കുട്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവർ പഠിപ്പിക്കുന്നുണ്ട്. ലൈഫ് സ്കിൽ സ്റ്റഡീസ് ഉണ്ട്. നമുക്കില്ലാത്തൊരു സാധനം. ഞാൻ കെനിയയിൽ പോയി. കെനിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്ര പിന്നോക്കം. ഇപ്പം അതൊക്കെ മാറി വരുന്നുണ്ട്. എന്നാൽ പോലും കെനിയയിലെ വൈൽഡ് ലൈഫ് കാണാനാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഒരു സ്കൂൾ സന്ദർശിക്കാനിടയായി. അവരുടെ സിലബസ് നോക്കിയപ്പം ഒരു ബുക്ക് ലൈഫ് സ്കിൽ സ്റ്റഡീസാണ്. 4 വരെ ഉള്ളൂ. പിള്ളേർക്ക് നേരെ ഭക്ഷണം പോലും ഇല്ല, വസ്ത്രമൊന്നും ശരിയല്ല. എന്നാൽ പോലും അവർക്കൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്കിൽ സ്റ്റഡീസിനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ ജീവിക്കണം എന്ന് കുട്ടിയെ പഠിപ്പിക്കും. ഏറ്റവും വലിയ പഠനം അതാണ്. ഇവിടെ നമ്മൾ ഉദാഹരണം എടുക്കുക. ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ എങ്ങനെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. കാറിന്റെ ടയർ പഞ്ചറായി എങ്ങനെ അത് മാറ്റിയിടണമെന്ന് അറിയില്ല. ഒരു പ്രത്യേക ഒരു പാനിക് സിറ്റുവേഷൻ വന്നെങ്കിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം. അതല്ലേ ഞാൻ പറഞ്ഞത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുകയാണ് ഈ കുട്ടിക്ക് കൈവർക്കത്തിൽ എന്ന് വെച്ചാൽ കൈ കൊണ്ടൊരു പ്രാക്ടിക്കലായിട്ട് തന്നെ അറിയാം, പക്ഷേ ഒരു തിയറി, അതായത് നമുക്ക് നമ്മുടെ സ്കില്ല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതായത് കുട്ടി സ്വയം കുളിക്കാൻ പഠിപ്പിക്കുന്നില്ല, സ്വയം അവൻ്റെ തുണി നനയ്ക്കാൻ പഠിപ്പിക്കുന്നില്ല, തേച്ച് വെക്കാൻ പഠിപ്പിക്കുന്നില്ല, അടുക്കി വെക്കാൻ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കേണ്ട, അത് ചെയ്യാൻ പറഞ്ഞാൽ മതി. ആദ്യം അലങ്കോലമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ അവിടെ മുഴുവൻ വീഴ്ചകൊണ്ടായിരിക്കും വരുന്നത്. പക്ഷേ അത് ചെയ്യിക്കണം. രണ്ടാമത് അങ്ങനെ പാടില്ല മക്കളെ. അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നീ അത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ പറ്റും. കയ്യിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ അത് അധികം അങ്ങനെയൊക്കെ കുലുങ്ങാതെ വരും എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ് നമ്മൾ. അത് ചെയ്യില്ല. അതിന് നീ പോകണ്ട, അവിടെ മുഴുവൻ വെള്ളം കോരി കുളമാക്കും, അതുകൊണ്ട് ഞാൻ പോയി എടുത്തോളാം അച്ഛനും അമ്മയും സ്വയം അങ്ങ് ഡിക്ലെയർ ചെയ്യും. കൊച്ചിനെ തൊടിയിക്കില്ല. സ്വന്തം പാത്രം കഴുകി വയ്ക്കുന്നത്, അതൊക്കെ നമുക്ക് നേരത്തെ ചെയ്യിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പം അബ്സോർബിങ് മൈൻഡ് എന്ന് പറയുന്നത് ആ കാലത്ത് അബ്സോർബ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ നല്ല ശീലങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. നല്ലതിനെ മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്നുള്ളത് അബ്സോർബിങ് പീരീഡിൽ പറഞ്ഞു കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്ന് വെച്ചാൽ റിജക്റ്റിംഗ് ആണ്. എല്ലാത്തിനും നിഷേധിക്കാനാണ്. അത് ആ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഇവിടെ പലരും പറയാൻ പോകുന്നത്, ഇരുന്ന് പടി, എനിക്ക് പറ്റൂല, ഞാൻ ഇപ്പോൾ സിനിമയ്ക്ക് പോകും, ഞാൻ മറ്റു കുട്ടികളുടെ അടുത്ത് അങ്ങനെ പോകും ഇങ്ങനെ പോകും, ഞാൻ ഇന്ന് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാനുള്ളൊരു പീരീഡിലാണ് നമ്മൾ ഇരിക്കാൻ പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു കുട്ടിയെ അടുത്ത് ഇരിക്കാൻ ആദ്യമേ പഠിപ്പിക്കേണ്ടതാണ്. 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലൊക്കെ മുതലേ നമ്മൾ 1 മണിക്കൂറോ അരമണിക്കൂറോ നമ്മുടെ ഒരു ശീലം ഇതാണിക്കേണ്ടതാണ്. സന്ധ്യ കഴിഞ്ഞാൽ പ്രാർത്ഥനയോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിച്ച് ശുചിയായി കഴിഞ്ഞാൽ അടുത്തത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണമെന്നില്ല. അവിടെ ഇരുന്ന് അത് ബുക്കൊക്കെ മറിച്ച് നോക്കിയാലും മതി. ആ ശീലം ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും എൻ്റെ പുറകെ നടക്കണ്ട. കുട്ടി തനിയെ പഠിച്ചോളൂ. കുട്ടി തന്നെ ആ സമയമാകുമ്പോൾ പോയി ഇരുന്ന്
പഠിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഓരോ ശീലങ്ങളും നമുക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ കഴിയും. പക്ഷേ ഡ്രഗിൻ്റെ കാര്യത്തിൽ ചിലപ്പം ഇതൊന്നും നടന്നിരിക്കില്ല. ഡ്രഗിൻ്റെ അവൈലബിലിറ്റി നമ്മൾ കുറയ്ക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കൂട്ടുകാർ ചിലപ്പോൾ തമാശനാണേലും ഇതൊന്ന് ചുമ്മാ രുചിച്ച് നോക്കാൻ പറയും. അത് കാലക്രമത്തിൽ അത് കുട്ടിക്ക് ശീലമാകും. ആദ്യത്തെ ഒരു ഇതിൽ പ്രത്യേകിച്ച് ഈ ഏകാന്തതയും പിന്നെ വിരസതയും റിജക്ഷൻ, വീട്ടിലാരും അംഗീകരിക്കാത്തത്, വീട്ടിലാരും സ്നേഹിക്കാത്തത്, വീട്ടിലധികം ലാളന കൊടുക്കാത്തതൊക്കെ ആയ കുട്ടികൾക്കാണ് ഈ സെക്സിലേക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രഗ്സിലേക്കും ഒക്കെ പെട്ടെന്ന് ചാടിപ്പോകാനുള്ള ചാൻസ് വരുന്നത്. കാരണം ഇവരുടെ മനസ്സ് വളരെ പിന്നെ മുരടിച്ചിതായി പോകും. ഒരു കുട്ടിക്ക് ഏറ്റവും വേണ്ടത് പരിലാളനയാണ്, സ്നേഹമാണ്, ആശ്ലേഷണമാണ്. അച്ഛനും അമ്മയും ചേർത്ത് പിടിക്കുക, ഒന്ന് ചുംബിക്കുക, തലയിലേക്ക് ഒന്ന് തടവി കൊടുക്കുക, തലോടി കൊടുക്കുക, സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ കാണുമ്പോഴേ ഒന്ന് കെട്ടിപ്പിടിക്കുക, എങ്ങനെ ഇരുന്നു എന്ന് ചോദിക്കുക, ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ചോദിക്കുക. അവരെ കേൾക്കുക. അവർ പറയുന്നത് മണ്ടത്തരമായിരിക്കാം, വിഡ്ഢിത്തരമായിരിക്കാം, എന്നാലും കേൾക്കുക. അവർക്കതെല്ലാം പറയാൻ ജിജ്ഞാസയാണല്ലോ. ആ ജിജ്ഞാസയിൽ നമ്മൾ അവരെ ചുമ്മാ വേറെ വിഷയം പറ എന്ന് പറഞ്ഞ് അവരെ നിരസിക്കാതെ അവരെ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതില്ലാത്തതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്കൊന്നും അങ്ങനെ കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ കേൾവിക്കാരെ തേടുന്നത്. അത് എത്തുന്നത് എനിക്ക് തോന്നുന്നു ഈ സാത്താൻ സേവ പോലുള്ള നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കേട്ട് കഴിവില്ലാത്ത പല കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം അവരെ ആശ്വാസമാകാൻ എത്തുന്ന കാര്യങ്ങൾ തന്നെ വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നു. ഇപ്പോഴും എന്നിട്ട് നമ്മുടെ മാതാപിതാക്കൾ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നലുമുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു സ്നേഹമാണല്ലോ. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആരോ ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് വീട്ടിലേക്ക് വരാൻ തോന്നുന്നത്. ഏറ്റവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ആ ഒരു പിന്നെ കിരീടം എന്ന സിനിമയിലെ മോഹൻലാൽ കത്തിയൊക്കെ എടുത്ത് ഭ്രാന്തനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം തിലകൻ്റെ ഒരു റോളുണ്ടല്ലോ. ആ തിലകൻ്റെ അല്ലേ കത്തി താഴെ ഇടാന്ന് പറയുമ്പോൾ പോലീസുകാരൻ്റെ മുറേ പറയുമ്പോൾ ഇടില്ല. നിന്നോട് ഞാൻ പറയുന്നത് കത്തി താഴെ ഇടാൻ പറയുമ്പോഴും ഇടില്ല. സാധനം കരഞ്ഞുകൊണ്ട് നിൻ്റെ അച്ഛനാടാ പറയുന്നതെന്ന് പറയുമ്പം ആ നിമിഷം ആ മകൻ എന്ന ആ രൂപം മാറി ആ രൂപത്തിലേക്ക് വരികയും അച്ഛനും മകനും തമ്മിലുള്ള ദൃഢതയിൽ നിന്ന് ആ കത്തി ഊരി താഴെ പോവുകയും ചെയ്യുന്ന ആ സീൻ, അത് 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 വളരെ ഭംഗിയായിട്ട് ആ ചിത്രത്തിൽ തിരിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥം. ഒരച്ഛനും അമ്മയും മക്കളെ ഇങ്ങ് വാ എന്ന് വിളിക്കുമ്പോൾ ഓടി വരണമെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ കണിക അവിടെ ഉണ്ടാവണം. അതില്ലാത്ത കുട്ടിക്ക് അത് ഒരിക്കലും വരില്ല. അത് നമ്മൾ കുട്ടിക്കാലത്താണ് കൊടുക്കേണ്ടത്. കുട്ടിക്കാലത്ത് മുതലേ അത് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരികയും ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുകയും ചെയ്താൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ ഡ്രഗ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിൽക്കണമെന്നില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മൃഗം തന്നെയാണ്. നമ്മളെ മനുഷ്യനാക്കുന്നത് നമ്മുടെ ബുദ്ധി, മനസ്സ്, വിജ്ഞാനം, സംസ്കാരം, സാമൂഹിക ബന്ധങ്ങൾ, ഇതൊക്കെയാണല്ലോ. ഇല്ലെങ്കിൽ നമ്മളൊരു മൃഗമാണ്. നമ്മളൊരു കരടിയെ പോലെ നമ്മളൊരു കരടി തന്നെയാണ്. അതിനെ നമ്മളൊരു കരടി ആക്കാതിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, സാംസ്കാരിക ബന്ധങ്ങളൊക്കെയാണ്. നമ്മുടെ സാംസ്കാരിക നിലവാരം ഇതൊക്കെയാണ്. ഇത് ഡ്രഗ് ചെന്ന് ഇതെല്ലാം നഷ്ടപ്പെടുത്തും, ഭയങ്കരമായിട്ട് മാറിപ്പോകും. ഞാനൊരു കുട്ടിയുടെ ഒരു കഥ കേട്ടു. അത് സ്നേഹം ഉണ്ടായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു കുട്ടിയെ പേപ്പട്ടി കടിച്ചു. പേപ്പട്ടി കടിച്ച് ഇവരറിയാതെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. പക്ഷേ അത് ഇച്ചിരി ലേറ്റായിപ്പോയി. അവസാനം ഇവന് പേ ആയിപ്പോയി. 6-7 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി പക്ഷേ പേ ഇളകി നിൽക്കുമ്പോഴും അമ്മ വന്ന് അമ്മയ്ക്ക് ഇത് സഹിക്കാൻ നോക്കില്ലല്ലോ. അമ്മ പിന്നെ വെള്ളം കൊടുക്കാനും, വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം വയ്ക്കുകയൊക്കെ ചെയ്യും, വെള്ളം കൊടുക്കാനും അതിനൊക്കെ ആയിട്ട് അടുത്ത് വരുമ്പം കുട്ടി അമ്മയോട് പറയുകയാണ്, അമ്മ ദൂരെ പോകും, ഞാൻ ചിലപ്പോൾ അറിയാതെ കടിച്ചു പോകും. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? അമ്മ കൊടുത്തിരിക്കുന്ന ആ സ്നേഹം അത്ര വലുതാണ്. അവന് മനസ്സിൻ്റെ ഉള്ളിൽ ബോധമില്ലാതായിരിക്കുമ്പോഴും ഇടയ്ക്ക് ഒരു തെളിവെളി വരുമ്പോൾ അവൻ പറയുകയാണ്, ബോധം കുരച്ചുകൊണ്ട് നിൽക്കുന്ന ആ സീനിലും ബോധമില്ലാതെ നിൽക്കുമ്പോഴും ഒരു ചെറിയ ബോധത്തിൻ്റെ ലാഞ്ചന വരുമ്പം അതെൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മ ദൂരെ പോ, ഞാൻ അറിയാതെ കടിച്ചു പോകും എന്ന് പറയുന്ന ഒരവസ്ഥ. അത് ഹൃദയബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ഹൃദയബന്ധം സൃഷ്ടിക്കാനായിട്ട് ഓരോ അച്ഛനും അമ്മയും ശ്രദ്ധിക്കണം. സ്കൂളിൽ അധ്യാപകരതിന് ശ്രദ്ധിക്കണം. അതിന് പറ്റിയ സാഹചര്യം നമുക്കുണ്ടാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ, പ്രത്യേകിച്ച് PTA ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ പറഞ്ഞില്ലേ, APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ 2 കരങ്ങളാണ് ഒരു കുട്ടിയെ സൃഷ്ടിക്കുന്ന. 2 കരങ്ങളാണ്, അൺഫോൾഡ് ചെയ്യാനുള്ള 2 കരങ്ങളാണ്. അൺഫോൾഡിങ് കറക്റ്റായില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അടുത്ത തലമുറ നല്ല രീതിയിൽ വരികയില്ല. അതുപോലെ സിനിമ,
പിന്നെ TV, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട. വെഞ്ഞാറമൂട്ടിലെ സംഭവം നടന്നപ്പം 24-ൽ ശ്രീകണ്ഠൻ നായർ ഇന്നലെ പറയുന്നത് കേട്ടു, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളോടൊക്കെ മാറാൻ ഇത് കാണരുതെന്ന് അച്ഛനമ്മയോട് പറയണമെന്ന് പറഞ്ഞു. ആ ഒരാളെ അത് പറഞ്ഞുള്ളൂ. പക്ഷെ അത് പറഞ്ഞുകൊണ്ടും കാര്യമില്ല, കാരണം അതൊക്കെ പിള്ളേരിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ കുറച്ച് കാണിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ജപ്പാനിലെ പ്രധാനമന്ത്രി മരിച്ചു, ഒരു വെടിവെച്ചിട്ട് മരിച്ചിട്ട് ഒരു ഫ്ലാഷാണ് കാണിച്ചത്. എന്താണെന്ന് നമുക്ക് പോലും വ്യക്തമാവില്ല. ഇവിടെയാണെങ്കിൽ പ്രധാനമന്ത്രി ചോര കൽപ്പിച്ച് കൊണ്ടുപോകുന്നത് പിന്നെ അത് വന്ന വഴി അക്രമി എങ്ങനെ വെടിവെച്ചു, ആ വെടി എത്ര പ്രാവശ്യം വെച്ചു, അതിന് രേഖാചിത്രം ഇതെന്ന് പറഞ്ഞു നമ്മുടെ TV പിന്നെ 24 മണിക്കൂറും അതല്ലേ. അവർ പിന്നെ ഈ മോർണിംഗ് ദുഃഖാചരണത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ ഒരു ഷോട്ട് എന്ന് പറയുന്നത് വളരെ വേഗമായിട്ട് വെടിയെ കൊണ്ടുവന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല. ആ വിധത്തിൽ ടപ്പെന്നൊരു ഫ്ലാഷ് ഇങ്ങനെ അങ്ങ് പോകുന്നതായിട്ടേ കാണിക്കുള്ളൂ അവരുടെ ന്യൂസിൽ. അത് UAE-ലൊക്കെ അങ്ങനെയാണ്. അപകടങ്ങൾ, വലിയ അപകടം നടന്നാൽ പോലും ആ അപകടമൊന്നും അവർ കാണിക്കില്ല. ഇങ്ങനെ സംഭവം നടന്നു എന്ന് പറഞ്ഞ് അത് കളയും. അത് നമ്മുടെ ടെലിവിഷൻ മാധ്യമ രംഗത്തൊക്കെ വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് വീട്ടിൽ ഡ്രോയിങ് റൂമിലും ഒക്കെ വരുന്ന സാധനമാണല്ലോ. അത് എല്ലാവരും കണ്ടുപോകും. അത്തരം സാമൂഹികമായ ചില നിഷ്കർഷകൾ കൂടി നമുക്ക് വേണം. കുടുംബത്തിൽ ചില നിഷ്കർഷകൾ വേണം. സ്കൂളുകൾ, ഇത് മൂന്നിലും നമ്മുടെ യുവതലമുറയാണ്, നമ്മുടെ കുട്ടിയാണ് ഏറ്റവും വലിയ സ്വത്ത്, നമ്മുടെ കുഞ്ഞാണ് ഏറ്റവും വലിയ സ്വത്ത് എന്ന് വ്യക്തി വിചാരിക്കണം, കുടുംബം വിചാരിക്കണം, സ്കൂൾ വിചാരിക്കണം, വിദ്യാഭ്യാസ വകുപ്പ് വിചാരിക്കണം, രാഷ്ട്രവും വിചാരിക്കണം, ഈ സമൂഹവും വിചാരിക്കണം. ഇതാണ് പല ഡെവലപ്ഡ് കൺട്രീസിലും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കാണിക്കുന്നത്. അത് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളെയും അല്ലെങ്കിൽ യുവാക്കളെയൊക്കെയാണ് നമ്മൾ വില്ലന്മാരായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ അതാണോ വേണ്ടത്? നമ്മൾ രക്ഷിതാക്കളും കുറച്ചൊക്കെ പഠിക്കേണ്ടതല്ലേ? ആ ചർച്ചകൾ നടക്കട്ടെ. നമസ്കാരം.